ഈ CPM-ന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അത് നേരെ മറിച്ച് ഈ കോൺഗ്രസിന്റെ തലയിലേക്ക് വെക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന UDF-ന്റെ ദേവസ്വം മന്ത്രിയായിരുന്ന VS ശിവകുമാറിന്റെ സഹോദരൻ അറസ്റ്റിലായി എന്ന ഒരു വ്യാജ വാർത്തയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു വ്യാജ വാർത്ത 1-2 അക്കൗണ്ടിലൂടെ പ്രചരിപ്പിക്കുന്നതാണെങ്കിൽ പോലും കുറെ ആൾക്കാരുടെ മനസ്സിലെങ്കിലും ഇത് കോൺഗ്രസിന്റെ കാലത്തുള്ളതാണ്. അപ്പൊ ഇവര് പറഞ്ഞു വെക്കുകയാണ് ഇത് കോൺഗ്രസിന്റെ കാലത്ത് നടന്നതാണ് എന്ന് പറയുന്നു. പിന്നെ ഒരു വശത്ത് എന്താണ് വിജയ് മല്യ കൊണ്ടുകൊടുത്ത സ്വർണം വിജയ് മല്യ കൊടുത്തോ ഇല്ലയോ എന്നുള്ളൊരു പ്രചരണവും. അത് നമ്മൾ മുൻപൊരു ചർച്ചയിൽ തുടക്കത്തില് ഈ വിഷയം തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇനി വിജയ് മല്യ സ്വർണം കൊടുത്തില്ലെന്ന അവസ്ഥയിലേക്ക് ഇവർ കൊണ്ടെത്തിക്കുമോ എന്നൊരു സംശയം നമ്മൾ പറഞ്ഞിരുന്നു. ആ അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇപ്പൊ ഈ കോൺഗ്രസ്സുകാരെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നതിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്തായിരിക്കാം? അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിലം തൊടാതെ തോറ്റ് ശബരിമല സ്വർണ്ണക്കൊള്ളയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനൊരു കാരണം അതാണ്. അതുമാത്രമല്ല, ആ പാട്ട് വമ്പൻ ഹിറ്റായി മാറുകയും ആ പാട്ട് CPM-ന്റെ അടിവേരിറക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ശബരിമല ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തതിന്റെ പിന്നാലെ DYFI നേതാവും മുൻ DYFI നേതാവും നിലവിൽ CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ KS അരുൺകുമാറാണ് ഈ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ച്. അദ്ദേഹം ചാനൽ ചർച്ചയിലൊക്കെ നിരന്തരം പങ്കെടുക്കുന്ന ആളാണ്. ഈ ശ്രീകുമാർ എന്ന് പറയുന്നത് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കോൺഗ്രസ് നേതാവുമായ ശിവകുമാറിന്റെ സഹോദരനാണ്. കൃത്യമായി പറഞ്ഞാൽ അരുൺകുമാറിനെ അറിയാഞ്ഞിട്ടല്ല, അരുൺകുമാർ കോൺഗ്രസിനെ താറടിച്ച് കാണിക്കാൻ ഒരു അവസരം കിട്ടുമോ എന്ന് നോക്കിയതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം എനിക്ക് തെറ്റുപറ്റിയതാണ്, ക്ഷമ ചോദിക്കുന്നു പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. പക്ഷേ അത് കൃത്യമായി അണികൾക്കിടയിൽ ഒരു ആവേശം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ഒരു പ്രചരണം നടത്താൻ CPM നടത്തിയ ഒരു തറവേലയാണ്. അതിന് നേതൃത്വം നൽകിയത് അരുൺകുമാർ എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അരുൺകുമാറിന് ആരാണ് ശിവകുമാറിന്റെ സഹോദരൻ എന്നൊക്കെ വളരെ കൃത്യമായി അറിയാം. ആൾക്കറിയാം. ഇപ്പൊ ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ ഈ കാണുന്നവരാരും ഇനി ശിവകുമാറിന്റെ സഹോദരൻ ആരാ ചിന്തിക്കില്ല. പോവില്ല. ഇല്ല, അതിനു വേണ്ടിയാണ്. അത് ചേച്ചി പറഞ്ഞതുപോലെ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ അത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അവർ കാർഡ് പോലും അടിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. കാരണം ഇത് ഉത്തരവാദപ്പെട്ട ഒരു നേതാവാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നത് ശബരിമലയിൽ CPM-ന് പ്രതിരോധം തീർക്കുന്ന അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പേജിൽ ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന 10,000-കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു പേജിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഇതിലേക്ക് വലിച്ചിറക്കണം. നിലവിൽ അറസ്റ്റ് ചെയ്തൊക്കെ CPM-ന്റെ സഹയാത്രികരും CPM-ന്റെ നേതാക്കന്മാരുമാണ്. CPM-ന്റെ മുൻ MLA ആണ്, CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഏതെങ്കിലും തരത്തിലേക്ക് ഇതിൽ വലിച്ചിഴക്കാൻ വ്യാജ പ്രചരണവുമായി ശബരിമല സ്വർണം കട്ട കള്ളന്മാരായ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് CPM-ന്റെ ജില്ലാ കമ്മിറ്റി, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തന്നെ പറയുന്നു. ഇത് പരാജയപ്പെടാനുള്ള ഒരു കാരണം ശബരിമല സ്വർണ്ണമോഷണമാണെന്ന്. അതിന് മറയിടാൻ അല്ലെങ്കിൽ അതിന് മറപിടിക്കാൻ ഇത്തരം വ്യാജ പ്രചരണവുമായി CPM കടന്നു വരികയാണ്. അതിന് ചില സൈബർ ഹാൻഡിലുകൾ കൂട്ടുചേരുന്നു. മറ്റൊരു കാര്യമുള്ളത്, ഈ പാരഡി ഗാനത്തിനെതിരെ കേസെടുക്കാൻ CPM തീരുമാനിച്ചിരുന്നു. പക്ഷെ ഇന്ന് അവർ പറഞ്ഞു കേസെടുത്തിട്ട് കാര്യമില്ല, കേസെടുക്കുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുക. എന്തായാലും ശബരിമല CPM-നെയും കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം വ്യാജ പ്രചരണമായി മുന്നോട്ട് പോയാലും കേരളീയ പൊതുസമൂഹം അവരെ തിരിച്ചറിഞ്ഞു. ഈ പ്രചാര വേലയൊന്നും കേരളത്തിൽ നടക്കില്ല എന്ന കാര്യം പകൽ പോലെ വ്യക്തമല്ല. അവർ കരുതുന്നത് എന്താണ്? ഇപ്പൊ മാപ്പ് പിറ്റെന്ന് പറഞ്ഞു എന്ന് ഇരിക്കട്ടെ, ഇത് അധികം ആൾക്കാർ ശ്രദ്ധിക്കില്ല. കൂടുതൽ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത് എന്താണ്? VS ശിവകുമാറിന്റെ സഹോദരൻ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി എന്നുള്ളതായിരിക്കും കൂടുതൽ പ്രചരണത്തിലേക്ക് വരുന്നത്. അപ്പോ സ്വാഭാവികമായി ആൾക്കാർ എന്ത് ചിന്തിക്കും? അയ്യോ, കോൺഗ്രസിനാണോ ഇതിൽ പ്രതിസ്ഥാനത്തുള്ളത്, നമ്മൾ വെറുതെ ഇവരെയൊക്കെ സംശയിച്ചു എന്ന് പറഞ്ഞപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചെങ്കിലും വോട്ട് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തോടെ തന്നെയാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഇവർ നടത്തുന്നത്. അപ്പൊ ഇനിയും പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഇവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. തീർച്ചയായും ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടി ഉണ്ടായ പശ്ചാത്തലത്തിൽ, CPM-ന് ഉണ്ടായി എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ, കള്ളപ്രചരണം നടത്താൻ CPM സൈബർ ഹാൻഡിലുകൾ തയ്യാറാകും. കാരണം സോഷ്യൽ മീഡിയയിലടക്കം CPM-ന്റെ കുപ്രചരണങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് കോൺഗ്രസ് വലിയ വിജയം നേടിയത്. സ്വാഭാവികമായും ഈ വിജയത്തിൽ വിരളി പിടിച്ചിരിക്കുകയാണ് കേരളത്തിലെ CPM പ്രവർത്തകർ എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം CPM പോലും വിചാരിക്കാത്ത തരത്തിലുള്ള പരാജയമാണ് അവർക്കുണ്ടായത്. തൃശ്ശൂർ കോർപ്പറേഷനിലും കണ്ണൂർ കോർപ്പറേഷനിലും എറണാകുളം കോർപ്പറേഷനിലും എല്ലാം CPM എല്ലാ സ്ഥലങ്ങളും തോറ്റ് തുന്നം പാടിയെന്ന് മാത്രമല്ല, CPM-ന്റെ ശക്തികേന്ദ്രമായ കൊല്ലം കോർപ്പറേഷനിൽ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. കോഴിക്കോട് കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം അവർക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. അവിടെ BJP ആണ് ജയിച്ചെങ്കിലും കോൺഗ്രസ് നിലമെച്ചപ്പെടുത്തി. ഇതോടുകൂടി CPM-ന്റെ കിളിപോയ അവസ്ഥയാണ്. ജില്ലാ പഞ്ചായത്തുകൾ തോൽക്കുന്നു, നഗരസഭകൾ തോൽക്കുന്നു, ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും നഗരസഭകളും എല്ലാം തോറ്റ് തുന്നം പാറിയ പശ്ചാത്തലത്തിൽ ശബരിമലയിലെ സ്വർണ്ണമോഷണവും ആ പോറ്റിയെ കേറ്റി എന്ന് പറയുന്ന ഗാനവും CPM-നെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് പാട്ട് കേൾക്കുമ്പോൾ ചെകുത്താൻ പന്തം കണ്ട രൂപത്തിലാണ് അവരുടെ അവസ്ഥ.
ആ ഒരു പശ്ചാത്തലത്തിൽ എന്ത് കള്ളപ്രചരണത്തിന് അവർ തയ്യാറാകും? അല്ല, ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തി ഈ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാമെന്ന് അവർ കരുതി. ഭൂരിപക്ഷ വിഭാഗത്തെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ അവർ ന്യൂനപക്ഷ പ്രീണനമായിരുന്നുവെങ്കിൽ അതുകൊണ്ട് ഇനി വിലപ്പോവില്ല എന്ന് കണ്ടുകൊണ്ടാണ് അയ്യപ്പ സംഗമം നടത്തി എങ്ങനെയും ഭക്തരുടെ വോട്ട് സ്വരൂപിക്കാമെന്ന് കരുതി അത് പരാജയപ്പെട്ടു. അപ്പൊ അവര് ഈ കുതന്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ തോൽവി അവരെ ഭ്രാന്തമാക്കിയിരിക്കുകയാണ്. അവരിനി എന്ത് തറ വേലയും കാണിക്കും. ഇപ്പൊ ഈ ഒരു പാട്ട് ആ ഇലക്ഷൻ സമയം ശരിക്കും അത് ഇലക്ഷൻ പ്രമാണിച്ച് ഇറങ്ങിയ പാട്ടല്ല, അതിന് മുൻപേ ആ ഒരു പാരഡി ഇതുന്ന ആൾ എഴുതിയതാണ്. അത് ഈ ഇലക്ഷൻ സമയത്ത് ഏറെ വൈറലാവുകയും ആൾക്കാരെല്ലാവരും അത് ഏറ്റുപാടുകയും ചെയ്തു. അത് CPM വല്ലാത്തൊരു അടിയായി മാറി. കാരണം സഖാക്കൾ എന്ന് പറഞ്ഞ അതിൽ പ്രത്യേകം പറയുന്നുമുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോ ഇത് കേൾക്കുന്ന ഏതൊരു വോട്ട് ചെയ്യാനുള്ള ഒരാൾക്കും CPM വോട്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുമെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതിൽ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയെന്നും അയ്യപ്പനെ അപമാനിക്കുന്നു എന്നും ആരോപിച്ചുകൊണ്ടാണ് ഇവർ കേസ് കൊടുക്കാൻ ഒരുങ്ങിയത്. ഈ പാട്ടിൽ എവിടെയാണ് അയ്യപ്പനെ അപമാനിച്ചത്? ഈ CPMകാരുടെ M സ്വരാജ് പ്രസംഗിച്ച് അപമാനിച്ച അത്രയൊന്നും ഈ പാട്ടിലൊന്നും അയ്യപ്പനെ പറ്റി പറഞ്ഞിട്ടില്ല. ഈ പാട്ടിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? സ്വർണം കട്ടവന്മാരെ കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെയാണ് അയ്യപ്പനെ അപമാനിക്കുന്നതാകുന്നത് ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ? തീർച്ചയായും ശബരിമല അയ്യപ്പന്റെ ബ്രഹ്മചാര്യം അവസാനിച്ചു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചത് M സ്വരാജ് ആണ്, CPM സംസ്ഥാന നേതാവ്. ശബരിമല യുവതീ പ്രവേശന സുപ്രീം കോടതിയുടെ യുവതീ പ്രവേശന വിധിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഭക്തരായ ആളുകൾ, അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആളുകൾ മുഴുവൻ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള CPMകാരായ ആളുകൾ പോലും ഞങ്ങൾക്ക് ശബരിമലയിൽ പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ CPM താല്പര്യപ്രകാരമാണ് ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും രാത്രി അല്ലെങ്കിൽ പുലർച്ചെ 3 മണിക്ക് ശബരിമല ക്ഷേത്രത്തിന്റെ പിന്നാമ്പുറത്തോടുകൂടി അവരെ സന്നിധാനത്തെത്തിക്കുന്നത്. ഇത് ഭക്തരെ വെല്ലുവിളിക്കുന്നായിരുന്നു. അന്നൊന്നും വ്രണപ്പെടാത്ത വികാരം ഈ സ്വർണം കട്ട കാര്യത്തെക്കുറിച്ച് പാട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് വ്രണപ്പെടുക എന്ന് CPM ആളുകൾ കേരളത്തിലെ പൊതുജനങ്ങളോട് പറയണം. അവരെന്തു പറഞ്ഞിട്ട് കാര്യമില്ല. CPM ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പാട്ട് CPM ഉണ്ടാക്കിയ ഡാമേജ് ചില്ലറയല്ല. CPM അടിവേരറുത്ത പാട്ടാണ് ഈ പാട്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പാട്ടിനെതിരെ രംഗത്ത് വന്നും ഈ പാട്ട് എഴുതിയ ആളുകളുടെ മതം ചികഞ്ഞ് വർഗീയപരമായി ധ്രുവീകരണം നടത്താൻ CPM ശ്രമിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പണമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇതൊന്നും കേരളത്തിൽ വിലപ്പോവില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാഴികയ്ക്ക് 40 വട്ടം വാതോരാതെ പ്രസംഗിക്കുന്ന ആളുകൾ ഒരു പാട്ടിനെ ഇത്രത്തോളം ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകളുടെ സ്ഥാനം കാലത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കുമെന്നതിൽ തർക്കമില്ല. എന്തായാലും അധിക നാളുകൾക്ക് മുമ്പല്ല, ഇപ്പോ IFFKയിൽ 6 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുമതിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ സംസാരിച്ചവരാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും ടീംസും. തീർച്ചയായും അതിന് തൊട്ടടുത്ത് തന്നെയാണ് അവർ ഈ പാട്ടിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു നിലപാട്, അവിടെ വേറൊരു നിലപാട്. ഇവരുടെ താല്പര്യം അനുസരിച്ച് ഇവരുടെ നിലപാടുകൾ, ചുരുക്കി പറഞ്ഞാൽ ഈ CPM എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഒരു നിലപാടില്ലാത്തവരാണ് എന്ന് കേരള സമൂഹം ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നിലപാടില്ല എന്ന് മാത്രമല്ല, ഒരു വിഷയത്തിലും കൃത്യമായി ജനങ്ങളെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കാൻ പോലും കഴിയാത്ത പാർട്ടിയാണ്. ഇന്നലെ കേസെടുക്കാൻ തീരുമാനിച്ച CPM ഭരണകൂടവും എന്തുകൊണ്ട് ഇന്ന് കേസെടുക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ, കേസെടുത്തു കഴിഞ്ഞാൽ CPM ഇനിയും നഷ്ടമുണ്ടാകുമെന്ന ഏതോ ബുദ്ധിയുള്ള ആരോ ഉപദേശിച്ചുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് പിന്നോട്ട് പോയത്. എന്തായാലും ഈ പാട്ടും ശബരിമലയിലെ സ്വർണ്ണമോഷണവും എല്ലാം CPM കൊണ്ടേ പോകൂ. പക്ഷേ അതിനിടയിൽ CPM BJP ഡീൽ ഉണ്ടാവരുത്. ഡീൽ ഉണ്ടായില്ലെങ്കിൽ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർക്ക് നാളുകളിൽ ജയിലിൽ പോയി കിടന്നുറങ്ങാമെന്ന കാര്യത്തിലും തർക്കമില്ല.